നമസ്കാരം. പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇ.പി. ജയരാജൻ 24-നോട് മനസ്സ് തുറന്നു. നടന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയെന്നും വ്യക്തിപരമായി തന്നിലേക്കും പാർട്ടിയിലേക്കും മുന്നണിയിലേക്കും നീങ്ങുന്നതാണ് നീക്കമെന്നും ഇ.പി. പറഞ്ഞു. കൊടും ചൂടിൽ വെന്തുരുകുകയാണ് സംസ്ഥാനം. പാലക്കാട്ട് ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചു. കൊല്ലത്തും തൃശ്ശൂരിലും മുന്നറിയിപ്പുണ്ട്. പാലക്കാട്ട് മാഹിയിലും സൂര്യാഘാതമേറ്റ് 2 മരണം റിപ്പോർട്ട് ചെയ്തു. ജനങ്ങൾ ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട ദിനങ്ങളാണ് വരാനിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗം ഇന്നും തുടർന്നതും ഇന്ന് സംഭവിച്ച പ്രധാന വാർത്തയായി. ഇന്ന് സംഭവിച്ചതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. ഇ.പി. വിവാദം കൊഴുക്കുന്നു. ബി.ജെ.പി. കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിച്ച എൽ.ഡി.എഫ് കൺവീനർ ഇ.പി. ജയരാജൻ. ജാവ്ദേക്കറും ടി.ജി. നന്ദകുമാറും യാദൃച്ഛികമായാണ് മകന്റെ വീട്ടിലെത്തിയത്. അതിന്റെ പേരിൽ തന്നെ വ്യക്തിഹത്യ ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ഇ.പി. ജയരാജൻ 24-നോട് പറഞ്ഞു. നാളെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യം അപ്രസക്തമാണെന്നും ഇ.പി. ജയരാജൻ പ്രതികരിച്ചു. പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തിന് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചന ആരോപിക്കുന്നു LDF കൺവീനർ ഇ.പി. ജയരാജൻ. തന്നെ RSS 3 തവണ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനൊരാൾ BJP-യിൽ പോകുമെന്ന് എങ്ങനെ വാർത്ത നൽകും? ശോഭാ സുരേന്ദ്രനുമായി ഒരു പരിചയവുമില്ല. ടി.ജി. നന്ദകുമാറിനെ ഒരു യാത്രക്കിടയിലാണ് പരിചയപ്പെട്ടത്. അതിനപ്പുറം നന്ദകുമാറുമായി യാതൊരു ബന്ധവുമില്ലെന്നും 24 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ ഇ.പി. ജയരാജൻ വ്യക്തമാക്കി. ഈ ദല്ലാളിനെ തന്നെ ചില യാത്രാഘട്ടങ്ങളിലാണ് കാണുകയും അപ്പോൾ പുള്ളി വന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നൊരു ശീലക്കാരനാണ്. പല കേസിൽ ഇയാൾ ഇടപെടുത്തേണ്ട കാര്യം എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പിന്നീട് വളരെ വളരെ അകന്ന് പോയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ഇതുണ്ടാക്കിയത്. അതെനിക്ക് തോന്നുന്ന ബോധപൂർവം തന്നെ ഉണ്ടാക്കിയതാണ്. ആ ബോധപൂർവം ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, സുധാകരനുണ്ട്, ശോഭാ സുരേന്ദ്രനുണ്ട്, ദല്ലാളുണ്ട്, അതുപോലെ ചില പ്രധാനപ്പെട്ട മാധ്യമക്കാരുണ്ട്. ഇത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളതാണ്. എന്നെ തന്നെ 3 പ്രാവശ്യം RSSകാർ കൊല്ലാൻ വേണ്ടി പോകുന്നത്. ശോഭാ സുരേന്ദ്രൻ്റെ നിലവാരത്തിലേക്ക് എനിക്ക് താഴാൻ പറ്റും. ഞാൻ അവരുമായിട്ട് സംസാരിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. തന്നെ വ്യക്തിഹത്യ ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പാപി പരാമർശം പൊതുസമൂഹത്തിനുള്ള സന്ദേശം. അതൊരു പൊതുസമൂഹത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ചൂണ്ടുപലകയാണ്, ഒരു സന്ദേശമാണത്. അത് ഞാൻ മാത്രമല്ല, എല്ലാ മാധ്യമക്കാരും അത് പാഠമാക്കണം. അതുകൊണ്ട് അവരും നശിക്കരുത്, ആരും നശിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഒരു മഹത്തായ സന്ദേശമാണ് അദ്ദേഹം ആ വാക്കുകളിലൂടെ കൊടുത്തത്. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പ്രതികരിച്ചത് ആരോപണം സത്യമെന്ന് ആളുകൾ കരുതുന്ന സാഹചര്യം ഒഴിവാക്കാൻ. അപ്പോൾ ഞാനത് പറഞ്ഞില്ലെങ്കിലോ, അവരുടെ അന്നത്തെ ഫ്ലാഷ് ഇത് ഇ.പി. പറഞ്ഞില്ല, മറുപടി പറയാതെ മാറിയുന്നു. അപ്പോൾ ഇത് ശരിയാണ്, അപ്പോൾ ചർച്ച നടത്തിയിട്ടുണ്ട്. പിന്നെ അവർക്ക് തോന്നുന്ന വാക്കുകളിലൂടെ ആ വാർത്തയാക്കിയിട്ട് കൊടുക്കും. അതിനേക്കാളും നല്ലത് എൻ്റെ ഉള്ള അനുഭവം പറയുന്നില്ലേ. നാളത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യം അപ്രസക്തമെന്നും ഇ.പി. ജയരാജൻ പ്രതികരിച്ചു. 24 കണ്ണൂർ. ദീപക് ധർമ്മടമാണ് ഇ.പി. ജയരാജനുമായി സംസാരിച്ചത്. ദീപക് ധർമ്മടം തത്സമയം ചേരുന്നു. ദീപക്, ഇതിനോടകം തന്നെ അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഏത് സാഹചര്യത്തിലാണ് പ്രകാശ് ജാവ്ദേക്കർ വസതിയിലേക്ക് എത്തിയത്? അത് എത്ര സമയം നീണ്ടു നിന്നു? അതൊരു കൂടിക്കാഴ്ച എന്ന തരത്തിലേക്ക് പോലും അതിനെ പറയാൻ കഴിയില്ല. തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നു. പക്ഷെ പിന്നീട് ഇപ്പോൾ നമ്മളൊക്കെ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം CPIM-നെ പ്രതിരോധത്തിലാക്കിയത് പോളിംഗ് ദിനത്തിൽ തന്നെ ഇങ്ങനെ ഒരു കാര്യം അദ്ദേഹം വെളിപ്പെടുത്തി എന്നുള്ളത്. അന്ന് ഒരു പരസ്യശാസന എന്നോണം പിണറായി വിജയൻ അദ്ദേഹത്തിന് ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ കാര്യങ്ങളിൽ കൂടിയുള്ള പ്രതികരണം ഇന്ന് ഇ.പി. നൽകുന്നത് എങ്ങനെയാണ്? അനുജ, ഇ.പി. അഭിമുഖത്തിൻ്റെ ഒരു വേളയിൽ പറയുന്നുണ്ട്, തെറ്റുപറ്റാത്ത മനുഷ്യരില്ല എന്ന് ഒരു തുറന്നു പറച്ചൽ ഇ.പി. നടത്തുന്നുണ്ട്. ഇ.പി. ഈ വിഷയത്തിൽ കൃത്യമായി പറയുന്നത് ഒരു സംഘടിത ഗൂഢാലോചന ഇ.പിക്കെതിരെ നടന്നു. അതായത് തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം സംസ്ഥാനത്ത് ഒരു വലിയ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചന നടന്നു. അത് പരാജയപ്പെട്ടു. പിന്നീട് തോമസ് ഐസക്കിനെ ലക്ഷ്യം വെച്ചുള്ള ഒരു ഗൂഢാലോചന നടന്നു. അതിനുവേണ്ടി സ്വപ്ന സുരേഷിനെ ബംഗളൂരുവിൽ നിന്നും കേരളത്തിൽ എത്തിക്കുക വരെ ചെയ്തു എന്നും ഇ.പി. പറയുന്നു. എന്നാൽ ഇതെല്ലാം പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് തനിക്കെതിരെ, അതായത് കൃത്യമായി പറഞ്ഞാൽ 1 വർഷം 1 മാസം മുൻപ് നടന്ന ഒരു 10 മിനിറ്റ് കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ചയെ വെച്ചുകൊണ്ട് താൻ BJP-യിലേക്ക് പോകുമെന്ന വാർത്ത സംഘടിതമായാണ്. അതിൽ കെ സുധാകരൻ ആദ്യം പറയുന്നു, പിന്നീട് ദല്ലാൽ നന്ദകുമാർ, അത് കഴിഞ്ഞ് ശോഭാ സുരേന്ദ്രൻ, ഈ 3 പേർക്കും ഗൂഢാലോചനയിൽ പങ്കാളിത്തമുണ്ട്. ഇത് കൂടാതെ ചില പത്രപ്രവർത്തകർ കൂടി ഇതിൽ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം പറയുന്നു. അത് കൃത്യമായി അദ്ദേഹം പറയുന്നത് തന്നെ ലക്ഷ്യമാക്കി, തന്നെ വേട്ട
വേട്ടയാടി അതിലൂടെ പാർട്ടിയെയും മുന്നണിയെയും ലക്ഷ്യം വെക്കുക എന്നുള്ളതാണ്. മാത്രവുമല്ല, അഭിമുഖത്തിൻ്റെ ഒരു വേളയിൽ താനിത് പ്രതിരോധിക്കാൻ അശക്തനാകുന്നു എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ പാർട്ടി ഇതിനെ പ്രതിരോധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് അത് ഞാനല്ല പറയേണ്ടത് എന്നും ഇ പി പറയുന്നു. ഈ അഭിമുഖത്തിലുടനീളം ഇ പി തൻ്റെ നിരപരാധിത്വത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു പോവുകയും എന്നാൽ അതേ സമയത്ത് ഈ ഗൂഢാലോചന തുറന്നു കാണിക്കുകയും എന്നാൽ ഇവർക്കെതിരെ നിയമ നടപടിക്കോ ഇവരുമായി യുദ്ധം ചെയ്യാനോ ഒന്നും താനില്ല, താനും കുടുംബവും വേട്ടയാടപ്പെടുന്നു, വേദനിക്കപ്പെടുന്നു എങ്കിലും അതായത് തൻ്റെ ഭാര്യ, ഞാനൊരു ചോദ്യം ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്ദിര ഒരു മാധ്യമത്തിനെതിരെ മാനനഷ്ട കേസ് കൊടുത്ത് കോടതിയിൽ വിജയം നേടിയിട്ടുണ്ട്, അത്തരം മാതൃക സ്വീകരിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ ഇനി അതിനൊന്നും പറ്റില്ല എന്നുള്ള ഒരു ഒഴിഞ്ഞുമാറൽ തന്നെയാണ് ഇ പി ചെയ്തത്. പക്ഷേ എന്നാൽ അദ്ദേഹം പറയുന്നു തനിക്കെതിരെ കൃത്യമായ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി അന്ന് പറഞ്ഞ പാപിയെ തൊട്ടാൽ ശിവനും പാപിയായി മാറും എന്ന് പറഞ്ഞ പരാമർശത്തെക്കുറിച്ച് ചോദിച്ചു. അത് ഇ പിക്ക് ജാഗ്രത കുറവുണ്ടായി എന്നുള്ളതല്ലേ എന്ന് ചോദിച്ചു. അത് അദ്ദേഹത്തിൻ്റെ ഉപദേശത്തെ കാര്യമായി തന്നെ കാണുന്നു. അത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കുമുള്ള ഒരു സന്മാർഗ പാഠമാണ് എന്നുള്ള നിലയിലാണ് ഇ പി അതിനെക്കുറിച്ച് പറഞ്ഞത്. ഏതായാലും ഈ അഭിമുഖത്തിലുടനീളം അദ്ദേഹം ദല്ലാൽ നന്ദകുമാരനെ കൃത്യമായി തള്ളിപ്പറയുന്നുണ്ട്. മാത്രമല്ല, ഇതിലൊരു ഗൂഢാലോചനയിൽ ദല്ലാൽ നന്ദകുമാറിന് പങ്കുണ്ട്. നേരത്തെ ദല്ലാൽ നന്ദകുമാറിൻ്റെ അമ്മയെ ഷോളണിയിപ്പിച്ച വിഷയം അതുപോലും തന്നെ ട്രാപ്പിൽപ്പെടുത്തിയതാണ് എന്ന് ഇ പി പറഞ്ഞു പോകുന്നുണ്ട് അഭിമുഖത്തിൽ. 24-നോട് അദ്ദേഹം കൃത്യമായി മനസ്സ് തുറന്ന് കാര്യങ്ങൾ പറയുകയായിരുന്നു. അനുജ, കൃത്യമായ ഗൂഢാലോചന എന്ന് തന്നെയാണ് ഇ പി ജയരാജൻ വിശേഷിപ്പിക്കുന്നത്. തന്നെ വ്യക്തിപരമായി ആക്രമിക്കുന്നു, ഒപ്പം പാർട്ടിയെയും മുന്നണിയെയും കൂടി ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആര് എന്നുള്ള തന്റെ സംശയമൊക്കെ അദ്ദേഹം മനസ്സ് തുറക്കുമ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഈ കൂടിക്കാഴ്ചയിൽ CPIക്ക് കടുത്ത അതൃപ്തിയുണ്ട്. തെരഞ്ഞെടുപ്പ് ദിവസത്തെ ഇ പിയുടെ തുറന്നു പറച്ചിൽ മുന്നണിയുടെ വിശ്വാസ്യതയെ ബാധിച്ചു എന്നാണ് CPIയുടെ വിലയിരുത്തൽ. LDF കൺവീനർ സ്ഥാനത്ത് ഇ പി ജയരാജൻ തുടരുന്നതിലും എതിർപ്പുണ്ട്. ഇ പി ജയരാജൻ രാഷ്ട്രീയ ജാഗ്രത പാലിക്കണമായിരുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക്, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എല്ലാം ഒരു രാഷ്ട്രീയ ജാഗ്രത വേണം. അത് ഇടതുപക്ഷക്കാർക്ക് ആ ജാഗ്രത തീർച്ചയായിട്ടും കൂടുതൽ വേണം. അപ്പൊ ഏത് കാര്യം എപ്പോൾ പറയണം, എങ്ങനെ പറയണം, അതിനെ പറ്റിയൊക്കെ അതുമാണുള്ള രാഷ്ട്രീയ ബോധം. അതിന്റെ പേര് രാഷ്ട്രീയ ബോധം. രാഷ്ട്രീയ ബോധം കാണിക്കാൻ കഴിയേണ്ടതാണ് ഇടതുപക്ഷ നേതാക്കന്മാർ പ്രത്യേകിച്ചു. വിവാദങ്ങൾക്കിടെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരും. വിഷയം ചർച്ച ചെയ്യുമോ എന്ന ചോദ്യത്തിന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മറുപടി പറഞ്ഞില്ല. ഒന്നുമില്ല ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഈ വിഷയം നാളത്തെ സെക്രട്ടേറിയറ്റിൽ ചർച്ചയ്ക്ക് വരും എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അത് ഏത് തരത്തിലേക്ക് വരെ എത്തും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇപ്പോൾ CPI ഇന്നലെ മുതൽ തന്നെ അവരുടെ അതൃപ്തി അറിയിക്കുന്നുണ്ട്. ഇന്നും ബിനോയ് വിശ്വം പ്രതികരിക്കുമ്പോൾ ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന തരത്തിലേക്ക് പറയുന്നു. അങ്ങനെയെങ്കിൽ LDF കൺവീനർ സ്ഥാനത്ത് അദ്ദേഹം തുടരുമോ എന്നൊക്കെയുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാകും. നാളെ ഏത് രീതിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം എത്തും? അനുജ, ഇക്കാര്യത്തിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ ആകാംക്ഷകൾ തുടരുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPI അടക്കമുള്ള ഘടകകക്ഷികൾ ഇതിനോടകം തന്നെ ഇ പി ജയരാജൻ LDF കൺവീനർ സ്ഥാനത്ത് തുടരുന്നതിനെതിരെ ചില അതൃപ്തികളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. CPIM-ൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില വിയോജിപ്പുകളും എതിരഭിപ്രായവുമുണ്ട്. അത് ഭൂരിഭാഗത്തിനും, അതായത് ഭൂരിഭാഗം മുതിർന്ന നേതാക്കൾക്കും ഇ പി ജയരാജന്റെ നടപടിയെക്കുറിച്ച് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരഞ്ഞെടുപ്പ് ദിവസം അന്ന് രാവിലെ ഇ പി ജയരാജന്റെ നടപടിക്ക് പിന്നാലെ ഇ പി ജയരാജൻ കനത്ത പ്രഹരവുമായി രംഗത്തെത്തിയെങ്കിൽ കൂടി അദ്ദേഹം ഒരു മയപ്പെടുത്തൽ സമീപനമായിരുന്നു സ്വീകരിച്ചത്. എന്നാൽ നാളത്തെ സംസ്ഥാന ഘടകത്തിൽ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് അയഞ്ഞതാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും മറ്റു കാര്യങ്ങൾ കൂടി ഉണ്ടാവുക. കേന്ദ്ര കമ്മിറ്റിയുടെ നിർദ്ദേശമടക്കമുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നിർണായകമായി മാറുകയും ചെയ്യും. അതേസമയം ഇന്ന് നമുക്കറിയാവുന്ന പോലെ ഇക്കാര്യത്തിൽ വലിയ അതൃപ്തിയുമായി CPI രംഗത്തെത്തിയിട്ടുണ്ട്. മുന്നണിയിലെ ഏറ്റവും വലിയ ഘടകകക്ഷി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം, തെരഞ്ഞെടുപ്പ് ദിവസം LDF കൺവീനറുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ നിലപാട് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ്. മാത്രമല്ല, ഇക്കാര്യത്തിൽ അതൊരു CPM-ന്റെ ആഭ്യന്തര പ്രശ്നം മാത്രമല്ല എന്നുള്ള നിലപാടാണ് CPI സംബന്ധിച്ചിട്ടുള്ളത്. LDF കൺവീനർ കൂടിയായ ഇ പി ജയരാജൻ BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തുകയും പിന്നീട് അത് തുറന്ന് സമ്മതിക്കുകയും ചെയ്തത് ഇടതുമുന്നണിയുടെ വിശ്വാസ്യതയെ തന്നെ ബാധിച്ചു എന്നുള്ളതാണ് CPIയുടെ ഇക്കാര്യത്തിലെ വിലയിരുത്തൽ. മാത്രവുമല്ല, കോൺഗ്രസ് നേതാക്കൾ BJP-യിലേക്ക് പോകുന്നത് രാഷ്ട്രീയ പ്രചാരണമാക്കുന്നതിനിടെ ഇ പി ജയരാജന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടായ സംഭവം അത് സാധാരണ ജനങ്ങൾക്കിടയിൽ, സാധാരണ പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പത്തിന് കാരണമാകുമെന്നും തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ വോട്ടെടുപ്പിനെ അത് ബാധിക്കും എന്നുള്ള ഒരു കാര്യം കൂടി
CPI ഇക്കാര്യത്തിൽ വിലയിരുത്തുന്നുണ്ട്. ഔദ്യോഗികമായി CPM-നോട് ഏതെങ്കിലും തരത്തിലൊരു ആവശ്യം CPI ഉന്നയിച്ചിട്ടില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കറക്റ്റായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ അത് നോട്ടീസായി ഒരു കത്തിൻ്റെ രൂപത്തിൽ തന്നെ CPM-നോട് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജൻ തുടരുന്നത് അത് ശരിയാകില്ല എന്നുള്ളൊരു കാര്യം, ഒരു ആവശ്യം അത് അറിയിക്കുകയും ചെയ്യും. ഏതായാലും നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വളരെ വിശദമായിട്ടുള്ളൊരു ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നടക്കും. സംസ്ഥാന ഘടകത്തിന്റെ തീരുമാനം അത് നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എടുക്കുകയും ചെയ്യും. അനുജ, അതാണ് നാളെ ചേരാനിരിക്കുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വളരെ നിർണായകമാകുന്നു. ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് പ്രധാനമാകാൻ പോകുന്നത്. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. ജീവനെടുത്ത് കൊടും ചൂട്. സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ് 2 മരണം. ഈ ആഴ്ച കൂടി അസാധാരണമായ ചൂട് തുടരാൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. ഉയർന്ന ചൂട് കണക്കിലെടുത്ത് അങ്കണവാടികളിലെ പ്രീ സ്കൂൾ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെച്ചു. പാലക്കാട് എലപ്പുള്ളി സ്വദേശി ലക്ഷ്മി, മാഹി പന്തയ്ക്കൽ സ്വദേശി UM വിശ്വനാഥൻ എന്നിവരാണ് മരിച്ചത്. ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച പാലക്കാട് ജില്ലയിൽ ഒരാഴ്ചക്കിടെ സൂര്യാഘാതമേറ്റ് 3ാമത്തെ മരണമാണിത്. തുടർച്ചയായ ദിവസങ്ങളിൽ 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് പാലക്കാട് താപനില രേഖപ്പെടുത്തുന്നത്. സാധാരണയേക്കാൾ 5 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ. പാലക്കാടിന് പിന്നാലെ കൊല്ലത്തും തൃശൂരും ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ചൂട് ഇനിയും വർദ്ധിക്കുമെന്നാണ് മുന്നറിയിപ്പ്. അന്തരീക്ഷ താപനില ഉയർന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ അങ്കണവാടികളിലെ പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾ ഒരാഴ്ചത്തേക്ക് നിർത്തിവെച്ചു. അങ്കണവാടികളുടെ മറ്റു പ്രവർത്തനങ്ങൾ പതിവ് പോലെ നടക്കും. കുട്ടികൾക്ക് നൽകേണ്ട സപ്ലിമെന്ററി ന്യൂട്രീഷൻ വീടുകളിലെത്തിക്കും. സംസ്ഥാനത്ത് വേനൽ മഴ തുടരാനും സാധ്യതയുണ്ട്. മധ്യ തെക്കൻ കേരളത്തിലെ മലയോര മേഖലകളിൽ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത. പൊതുജനങ്ങൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ലക്ഷദ്വീപ് തീരത്തുനിന്ന് മീൻ പിടിക്കാൻ പോകുന്നതിന് വിലക്കുണ്ട്. 24 തിരുവനന്തപുരം. അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങളുമായി. അലക്സ്, തുടർച്ചയായി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിപ്പോൾ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗം അത് എത്ര ദിവസം കൂടി തുടരുമെന്നുള്ളതാണ്. ഉഷ്ണതരംഗം മുന്നറിയിപ്പ് ഏതൊക്കെ ജില്ലകളിലാണ്? ഒപ്പം ചൂട് കൂടും എന്ന തരത്തിലേക്ക് മുന്നറിയിപ്പുള്ള ജില്ലകൾ ഏതൊക്കെ? അനുജ, സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിലും ഇത്തരത്തിൽ ഈ ഭയാനകമായ രീതിയിൽ ഈ ചൂട് കൂടും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ ചൂട് കൂടും. അതായത് 12 ജില്ലകളിൽ ഉയർന്ന താപനില തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ ഉഷ്ണതരംഗം നേരത്തെ സ്ഥിരീകരിച്ചതാണ്. അത് തുടരുന്നു എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ തുടർച്ചയായ ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പാലക്കാട് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിൽ 44 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ വരെ ചൂട് രേഖപ്പെടുത്തുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അസഹനീയമായ ചൂടാണ്. ആളുകൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്ത തരത്തിൽ ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്, ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളതാണ് സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും അറിയാൻ കഴിയുന്നത്. ഒപ്പം ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ള ജില്ലകളുണ്ട്. അത് കൊല്ലത്തും തൃശ്ശൂരുമാണ്. ആ 2 ജില്ലകളിലും താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതിനു പുറമെ 9 ജില്ലകളിൽ, ഈ 3 ജില്ലകൾക്ക് പുറമെ 9 ജില്ലകളിൽ കൂടി ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത്തരത്തിലാകെ 12 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ കൂടിയ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, ഒപ്പം തിരുവനന്തപുരത്ത് 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുമെന്നാണ് മുന്നറിയിപ്പ്. പലയിടത്തും അങ്ങനെ ചൂട് രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ കർശനമായ ജാഗ്രത തുടരേണ്ടതുണ്ട് എന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പും നിർദ്ദേശിക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഉഷ്ണതരംഗ സാഹചര്യം മരണമടക്കമുള്ള കാര്യങ്ങൾക്ക് പോലും കാരണമായേക്കാം. ജീവഹാനി അടക്കം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ജാഗ്രത തുടരണം എന്നുള്ളതാണ് മുന്നറിയിപ്പ്. ഈ സൂര്യാഘാതമേറ്റ് പാലക്കാട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത മരണം, ഒരു വയോധിക മരിച്ചതെന്ന് സൂര്യാഘാതമേറ്റാണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എലപ്പുള്ളി സ്വദേശി ലക്ഷ്മി, 90 വയസ്സാണ് ലക്ഷ്മിയാണ് മരിച്ചത്.
മരിച്ചത്. ഇന്നലെ ഇവരെ കനാലിൽ വീണു കിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇവരുടെ മരണം സൂര്യാഘാതമേറ്റാണ് എന്ന് തെളിയുന്നത്. സൂര്യാഘാതമേറ്റ് മറ്റൊരു മരണം കൂടി ഇന്ന് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത് മാഹിയിലാണ്. മാഹി പന്തക്കൽ സ്വദേശി UM വിശ്വനാഥനാണ് സൂര്യാഘാതമേറ്റ് മരിച്ചത്. അദ്ദേഹം സൂര്യാഘാതമേറ്റ് ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു. ഈ അതീവ ചൂട് തുടരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ അങ്കണവാടികൾക്ക് ഒരാഴ്ചക്കാലം അവധി നൽകാനും വനിതാ ശിശു വികസന വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അതാണെങ്കിലും കർശനമായ ജാഗ്രത തുടരണം. അടുത്ത ദിവസങ്ങളിലും പ്രത്യേകിച്ച് മെയ് ആദ്യവാരം വരെ തുടരേണ്ടതുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പ്. അതെ, ഉടൻ തന്നെ വേനൽ മഴയ്ക്കുള്ള സാഹചര്യവും ഇല്ല, ചില ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഒഴിച്ചാൽ എന്നുള്ളതാണ്. ഇന്ന് സംഭവിച്ച മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത, വിദ്വേഷ പരാമർശം ആവർത്തിച്ച് പ്രധാനമന്ത്രി. രാജ്യത്തെ ജനങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഛത്രപതി ശിവജി അടക്കം ഇന്ത്യയിലെ രാജാക്കന്മാരെ കോൺഗ്രസ് ക്രൂരന്മാരെന്ന് വിളിച്ചു. സുൽത്താൻമാരും ബാദുഷമാരും നടത്തിയ ക്രൂരതകളെക്കുറിച്ച് മിണ്ടുന്നില്ല. ക്ഷേത്രം തകർത്തവരെ പിന്തുണയ്ക്കുന്നവർക്കൊപ്പം കോൺഗ്രസ് രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടാക്കുന്നുവെന്നും നരേന്ദ്രമോദി ആരോപിച്ചു. കർണാടകയിലെ ബെലഗാവിയിലെ തെരഞ്ഞെടുപ്പ് റാലിയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം. आपकी संपत्ति पर कब्जा करने के बाद कांग्रेस इसे रीडिस्ट्रीब्यूशन की बातें कर रही है, अपनी पसंदीदा वोट बैंक को देना चाहती है. क्या आप अपनी गाड़ी कमाई की संपत्ति को लूटने देंगे? आपने बचाया हुआ सोना चांदी लूटने देंगे? क्या आपके मंगलसूत्र पर किसी को हाथ लगाने देंगे? कोई पंजा आपकी संपत्ति लूट सकता है क्या? मैं कांग्रेस को अलर्ट करना चाहता हूं, ये मंसूबे छोड़ दीजिए जब तक मोदी जिंदा है. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി. അരുൺ, ഇതേ വിദ്വേഷ പ്രസംഗം നടത്തിയതിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ട ഘട്ടത്തിൽ അതൊന്നും തന്നെ ബാധിക്കില്ല എന്ന തരത്തിലേക്ക്, ഒരു കൂസലമില്ലാതെ എന്ന് വേണമെങ്കിൽ പറയാം, ആ തരത്തിലേക്ക് പറഞ്ഞ അത് ആ പരാമർശം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണോ? ഇന്നിപ്പോൾ രണ്ടിടത്താണല്ലോ പരാമർശം ഉണ്ടായത്. അനുജ, തീർച്ചയായും തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിലെല്ലാം ഇത്തരം പരാമർശങ്ങൾ പ്രധാനമന്ത്രി ആവർത്തിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, രാജസ്ഥാനിലാണ് ആദ്യമായി കോൺഗ്രസിന്റെ പ്രകടന പത്രിക ചൂണ്ടിക്കാട്ടി ഇത്തരത്തിൽ വിദ്വേഷ പരാമർശം നരേന്ദ്രമോദി ആദ്യമായി ഉന്നയിച്ചത്. അതിനുശേഷം നടന്ന എല്ലാ പ്രചാരണ പരിപാടികളിലും ഇത്തരത്തിലുള്ള വർഗീയമായിട്ടുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അത് ഒന്നാം ഘട്ടത്തിൽ മോദി ഗ്യാരണ്ടിയും വികസന പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് പ്രചാരണം നടത്തിയെങ്കിൽ പോളിംഗ് കുറഞ്ഞത് BJPയെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തിയിട്ടുണ്ട് എന്ന കോൺഗ്രസ് ആരോപണം അത് ശരിവെക്കുന്ന രീതിയിലാണ് പിന്നീട് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ബലഗാവിലാണ് ഏറ്റവും രൂക്ഷമായ രീതിയിൽ പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയത്. നേരത്തെ തന്നെ നടത്തിയിട്ടുള്ള പ്രതികരണമാണ്. അതായത് രാജ്യത്തെ സ്വത്ത് തട്ടിയെടുത്ത് കോൺഗ്രസ് രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് നൽകുമെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി. അതുമാത്രമല്ല, പ്രസംഗത്തിൽ ഉടനീളം ഇത് സമയമെടുത്ത് ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കാൻ ആണ് പ്രധാനമന്ത്രി തയ്യാറായത്. മറ്റെന്തെങ്കിലും ഒരു വിഷയങ്ങളെ സംബന്ധിച്ച് ഈ പ്രസംഗത്തിൽ പരാമർശം ഉണ്ടായിട്ടില്ല. 4 പരിപാടികളിൽ കർണാടകയിൽ പങ്കെടുത്തു. ഈ 4 പരിപാടികളിലും ഇത്തരം പരാമർശങ്ങളാണ് പ്രധാനമായും പ്രസംഗത്തിൽ ഉന്നയിക്കുകയും ഇത്തരം വിഷയങ്ങൾ മാത്രമാണ് പ്രസംഗത്തിൽ പറയുകയും ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഇതിൽ വലിയ വിമർശനം ഉയരുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടാവുകയും വിശദീകരണം തേടുക ഉൾപ്പെടെ ചെയ്തതാണ്. അതിനുശേഷവും ഇതിൽ ഈ പരാമർശത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല എന്നതാണ്. അത് വ്യക്തമാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ BJPയുടെ ഇനിയുള്ള പ്രധാന അജണ്ട ഇത്തരം പരാമർശങ്ങളും ഇത്തരം പ്രചാരണമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അനുജ, വിദ്വേഷ പരാമർശം ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി. ഇന്ന് കർണാടകയിലാണ് ആ പരാമർശം ആവർത്തിച്ചത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.